ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 2 ദിവസത്തെ നോമ്പറക്കലായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ മിഞ്ഞാന്ന് ഇന്നലെ മിഞ്ഞാന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കുന്നുണ്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ആയി പോയി. അത് ഡിലീറ്റ് ആയി പോയതല്ല, നമ്മൾ വീഡിയോ ക്യാമറ ഓൺ ആക്കി വെച്ചു. പക്ഷേ അതിൻ്റെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ അത് ഓൺ ആക്കിയില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ വീഡിയോ കിട്ടിയിട്ടുണ്ടോ നോക്കിയപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഉണ്ടായത്. അത് കാരണം അതെനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. വേറെ ഒന്നുമല്ല ഞാൻ ഉണ്ടാക്കിയത്, ഫ്രൂട്ട് സലാഡായിരുന്നു. നമ്മുടെ കസ്റ്റാർഡ് പൗഡറൊക്കെ ഇട്ടിട്ട് പാല് തിളപ്പിച്ച് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് ഫ്രൂട്ട്സുകൾ അരിഞ്ഞിടില്ലേ, അതാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ അത് പാളിപ്പോയി. അപ്പോൾ അന്ന് ആ ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട്ലേറ്റ് ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വേറെ. പിന്നെ നമ്മുടെ കട്ട്ലേറ്റിക്കുള്ള ചിക്കൻ ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക ചെയ്തിട്ടാണ്. ഇത് വെറുതെ കുട്ടികൾക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മസാല പുരട്ടണം, അതിന് വേണ്ടിയിട്ട് ഇത് ആക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ കട്ട്ലേറ്റൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ എന്താ പറയുക, ചിക്കനും ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാ കട്ട്ലേറ്റ് പൊരിച്ചിട്ടുണ്ട്. കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. നമ്മൾ സാധാ കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പിലല്ല ആക്കിയിട്ടുണ്ടായിരുന്നത്, റൗണ്ട് ആക്കിയിട്ടാണ് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് പൊരിക്കുന്നത്, ഞാനൊരു ട്രിപ്പ് പൊരിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണാം. ഇതുപോലെയാണ് റൗണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞുൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു റൗണ്ട് ആക്കിക്കോ പറഞ്ഞിട്ട്. അപ്പോൾ അവനാകുമ്പോൾ റൗണ്ട് ആക്കുമ്പോൾ അവർക്ക് ചെയ്യാമല്ലോ. മറ്റുള്ള ഷേപ്പുകളാക്കുമ്പോൾ ആകൃതിയൊക്കെ മാറും. അപ്പോൾ അത് കാരണം ഞാൻ റൗണ്ടാക്കി. പിന്നെ ചിക്കനും പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു നോമ്പ് തുറയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കുറേ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുറേ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകലും ഇടയിൽ കൂടെ വാങ്ങിക്കാൻ പോകണം. എന്തെങ്കിലും ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് ഇതില്ല എന്നൊക്കെ അറിയുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് മേടിക്കാൻ പോകും കേട്ടോ. അങ്ങനെയൊക്കെ നമ്മുടെ സമയങ്ങളൊക്കെ പോവും. പിന്നെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലും കാര്യങ്ങളാണ്. കടയ്ക്ക് പോകാൻ തന്നെ മടിയാട്ടോ. വണ്ടിയിലാണെങ്കിലും ശരി നല്ല വെയിലാണ്. തീ വാരി മുഖത്തേക്ക് ഇടുന്ന പോലത്തെ വെയിലാണ്. അപ്പോൾ അത്രയും വെയിലത്ത് അങ്ങനെ ഞാൻ പുറത്തേക്ക് പോവാറില്ല. വെയിലൊക്കെ ഒന്ന് ഇതായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിലും പോയിട്ട് വാങ്ങിച്ചിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലേറ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റാട്ടോ വീട്ടിൽ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. എന്താ പറയുക, കട്ട്ലേറ്റ് ആണെങ്കിലും പിന്നെ എന്താ പറയുക സമൂസയാണെങ്കിലും ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് മനസ്സറിഞ്ഞ് കഴിക്കുകയും ചെയ്യാം. ഇനി ഇത് എവിടെ ഉണ്ടാക്കിയതാണാവോ, എങ്ങനെ ഉണ്ടാക്കിയതാവോ. നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസുകളൊക്കെ കാണുന്ന കാരണം ഇപ്പോൾ ഒന്നും വാങ്ങി കഴിക്കാൻ തോന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെയാണാവോ എന്തൊക്കെയാണാവോ എന്നൊക്കെ തോന്നുള്ളൂ. പക്ഷെ നമ്മൾ വാങ്ങിക്കാതിരിക്കില്ല, കഴിക്കാതിരിക്കില്ല. അത് എന്താ പറയുക, അത് അങ്ങനെ തന്നെയാണ്. പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ ചിലതൊക്കെ വാങ്ങിപ്പോവും. അപ്പോൾ ഇതാ കട്ട്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ബോളായിട്ട് ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് റെഡിയായി. ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. വെള്ളം കലക്കലും ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നാരങ്ങ വെള്ളം കലക്കിക്കണം. നാരങ്ങ വളരെ കുറവാട്ടോ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളൂ. എന്താ പറയുക, നാരങ്ങ കൂടുതലും ചേർക്കാതിരിക്കുക നല്ലത്. കുറച്ച് ഒരു മുറി ഒക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ. അത്രയും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അത്രയും കുറച്ച് നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇതാ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് കലക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി പച്ചവെള്ളം കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കസ്കസ് നമ്മളെല്ലാത്തിലേക്കും ഇടും കേട്ടോ. നമ്മുടെ വയറിനും ഒക്കെ നല്ലതാണല്ലോ കസ്കസ്. അപ്പോൾ കസ്കസ് ഞാൻ എല്ലാത്തിലും വെള്ളം പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിലും അതിലൊക്കെ ഇടും കേട്ടോ. പിന്നെ ഇതാ സമൂസ താത്താടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ മുസമ്പി താത്താടെ വീട്ടിലേക്ക് ഞങ്ങൾ വെള്ളത്തിന് പോയപ്പോൾ കുഞ്ഞുവിന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടാവില്ല എന്നെ കാണുമ്പോൾ. അപ്പം നോമ്പിൻ്റെ ക്ഷീണാട്ടോ, വേറെ ഒന്നുമല്ല. അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ബാങ്ക് കൊടുക്കണ ടൈമായപ്പോൾ എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാങ്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ വെള്ളം കലക്കിയതും പിന്നെ സമൂസയും മുസമ്പിയും വേറെ ഈത്തപ്പഴം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ട് കേട്ടോ, മെയിനായിട്ടൊരു സംഭവം ഉണ്ട്. അത് ബാങ്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അത് പിന്നെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വശം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് എന്തോ ഒരു തമാശ പറഞ്ഞിട്ട് അത് കേട്ട എല്ലാവരും ചിരിക്കുകയാണ്. നോമ്പുള്ളവരെക്കാളും ധൃതിയാണ് നോമ്പില്ലാത്തവർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിക്കുക കേട്ടോ.
ഇഷമോളുടെ ആച്ചൂട്ടനെയും വെപ്രാളമായി. ആച്ചൂട്ടൻ്റെ അടുത്ത് നോമ്പ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ. ആച്ചൂട്ടനെ എടുക്കണം എന്നൊക്കെ ഉണ്ട്, ആച്ചൂട്ടൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷെ ഞാൻ സമ്മതിക്കാണ്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് വയ്യ, വൈകുന്നേരം ആകുമ്പോഴേക്കും അവനക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുമ്പോൾ കുട്ടികൾക്ക് വല്ല അസുഖം പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് ദിവസം 2 ദിവസമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞേക്കാട്ടോ. അപ്പോൾ ഇതാ മുസമ്പി കഴിച്ച് നോക്കിയപ്പോൾ നല്ല പുളി. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചു കേട്ടോ. നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. പിന്നെ സമൂസ കഴിച്ചു. പിന്നെന്താ പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞ് കഷ്ണം അത് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് അങ്ങനെ നോമ്പ് ഞങ്ങളെല്ലാവരും നോമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആരോ നാളെ ഇങ്ങനെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടേബിൾ ഇല്ലേ, അതും ഇരുന്ന് കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ടേബിൾ ഉണ്ട്, അതിന് മേലെ നമ്മൾ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചേക്കല്ലേ. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നോമ്പ് തുറക്കണേക്കാളും നല്ലതല്ലേ ഇവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് താഴത്തിരുന്ന് നോമ്പ് തുറക്കണ സുഖം. അതൊന്ന് ചെയ്ത് നോക്കുക, അപ്പോഴേ അതിൻ്റെ സുഖം അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നോമ്പുറക്കലൊക്കെ ആണ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും ഇനി നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത പണിയിലേക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പോവാണ്. കുട്ടികൾ വന്നിരുന്നിട്ട് പിന്നെ ഈ എന്താ പറയുക, അവർ വന്നിരുന്നിട്ട് മുസമ്പിയിൽ എന്താ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല പുളി ഉണ്ടായിരുന്നു, മുസമ്പിയായിരുന്നു. അപ്പോൾ അതിന് മേലെ ഇങ്ങനെ എന്താ പറയുക, ഈ സംഭവം ഇങ്ങനെ വെതറി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കിയപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടിയിലേക്കൊക്കെ കടന്നത്. ബാക്കിയുള്ള പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷേക്ക് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് ഷേക്കാണ് നമ്മൾ അടിക്കണത്. ക്യാരറ്റൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് ഇത്തിരി കൊണ്ടുപോയി കൊടുക്കണം. ഉമ്മാക്ക് ക്യാരറ്റും ഷേക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫ്രൂട്ട് സലാഡ്, ഷേക്ക്, ജ്യൂസുകളൊക്കെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നാൾ ആരോ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഇക്കാക്കയുടെ ഭാര്യയില്ലേ, എന്താ അവരുണ്ടാക്കി കൊടുക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരുണ്ടാക്കി കൊടുത്താലും നമ്മൾ തൊട്ടടുത്തുണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അവരെയൊക്കെ ഓർമ്മ വരുമല്ലോ, അവർക്ക് കൊടുക്കുക, അതൊരു സന്തോഷമല്ലേ. അപ്പോൾ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലൊക്കെ ഞാനിവിടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉമ്മാക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അത് പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ അടുത്തല്ലേ, നമ്മുടെ തൊട്ടടുത്ത വീട്. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം അല്ല, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതും അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അവരെന്നെ മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളതിന്ന് കുറച്ച് ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റും പാലും എന്താ പറയുക പഞ്ചസാര, ആദ്യം ഞാൻ ക്യാരറ്റും കുറച്ച് പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. എന്നിട്ട് പിന്നെ അതിലേക്കുള്ള ബാക്കി പാൽ, നമ്മുടെ ജ്യൂസ് അടിക്കുന്ന ജാറ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതിലാണ് അടിക്കണത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് 2ാം വട്ടം ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ 2 ബോൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ 2 പാക്കറ്റ് പാലിലേക്ക് 2 ബോൾ ഐസ്ക്രീമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഒന്നിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ എന്താ പറയുക, ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പാലെടുത്തേക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി ഉമ്മാക്കുള്ളത് കൊണ്ടുപോയി കൊടുക്കുക എന്നാണ് ഞങ്ങളവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. വന്നിട്ട് ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം വന്നിട്ട് കഴിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ അത് ഐസ്ക്രീമൊക്കെ പൊട്ടിച്ചിട്ടു. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ബോൾ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുത്തെ തല്ലൂട്ടോ. ആച്ചൂട്ടനും വിഷമോളും 2 ബോളല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ബോൾ എനിക്ക് വേണം, മറ്റേ ബോൾ അവന് വേണം, അങ്ങനെ പറഞ്ഞിട്ട് ആകെ തിക്കും തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഷേക്കൊക്കെ അടിക്കൽ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു, ഇരുട്ടാണ്. ഞാനും കുഞ്ഞും കൂട്ടിയിട്ടാണ് ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളതിനെ കാണാല്ലേ, ഞങ്ങളുടെ ഉമ്മറത്തെ ബൾബ് ഫീസായി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ എത്ര ഇരുട്ട്. പിന്നെ പോസ്റ്റുമൊക്കെ ലൈറ്റ് കത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുഞ്ഞും കൂടിയിട്ട്, അപ്പോൾ വണ്ടി ഞാൻ ബാക്കിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ പുറത്ത് പകൽ. അപ്പോൾ ഞാൻ വെയിലില്ലാത്ത കൂട്ടത്തിൽ ബാക്കിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന വണ്ടി. അപ്പോൾ ബാക്കിൽ നിന്നാണ് വണ്ടി എടുത്തിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞും കൂടിയിട്ട് ഉമ്മാടെ അടുത്ത് പോയപ്പോൾ ഉമ്മാക്ക് താത്താടെ വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കുറച്ച് ബിരിയാണി ഉമ്മ എടുത്തിട്ട് ബാക്കിയുള്ള ബിരിയാണി ഞങ്ങൾക്ക് തന്നു കേട്ടോ. ബിരിയാണി ഇവിടെ കൊടുന്നപ്പോൾ ഇവർക്ക് എന്താ പറയുക, ഷെയ്ക്ക് ഇപ്പോൾ വേണ്ട, ഞങ്ങൾക്ക് ഇപ്പോൾ ബിരിയാണി മതി പറഞ്ഞിട്ട് വന്ന വശം ബിരിയാണി കഴിച്ചു കേട്ടോ. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അത് കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഷെയ്ക്കൊക്കെ കുടിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ എന്തായാലും ഉഷാറായിട്ടുള്ള നോമ്പുറക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണിയും കച്ചമ്പറും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. താത്താടെ വീട്ടിൽ താത്താടെ മക്കൾക്കൊക്കെ നോമ്പ് തുറയായിരുന്നു, നോമ്പുറപ്പിക്കലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരോട് ഉണ്ടാക്കിയതാണോ വാങ്ങിയതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉമ്മാക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഉമ്മ ഉള്ളതിൽ ഞങ്ങൾക്കും കുറച്ച് തന്നതാട്ടോ. അപ്പോൾ എന്താ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി ബിരിയാണി കണ്ടപ്പോൾ. അപ്പോൾ കുഞ്ഞു അപ്പോൾ തന്നെ ബിരിയാണി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഷെയ്ക്കൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങുക ചെയ്തിട്ടാ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കാണാൻ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാട്ടോ. അപ്പോൾ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾക്കറിയാം വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം, വീഡിയോ എടുക്കണം, കടയിൽ പോകണം, എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ദേഷ്യം വരും ചില സമയത്ത്. അതുകൊണ്ടാണ് ചില സമയത്തൊന്നും വീഡിയോ ഇല്ലാത്തത്. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.